വണ്ടീനെ മേലെ ഫുള്ള് മരത്തിനടിയിലിട്ട് ഫുള്ള് പൂവായി കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എന്താ പറയുക, നമ്മളിപ്പോൾ ക്രാബിയാണ് ഉള്ളത്. ക്രാബിയിൽ നമ്മളിപ്പോൾ അനോങ് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ക്രാബിയിലെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അനോങ്ങിൽ ഇവിടെ ഒരുപാട് ബീച്ചുകൾ, ഐലൻഡുകൾ നമുക്ക് ക്രാബിയിൽ കാണാവുന്നതാണ്. ഈ വണ്ടി ഇവിടെ ഉണ്ട്, നോക്കി വണ്ടി ഫുള്ള് ഇതായിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ക്രാബിയിൽ പോയിട്ട് അനോങ്ങിൽ ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അബി 7 പോയിട്ട് എന്തോ സൺസ്ക്രീൻ്റെ എന്തോ ലോഷൻ എന്തോ മേടിക്കാൻ പോയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഫുള്ള് കറുപ്പടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അനോങ് ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. കണ്ടത് ഇതാണ് ആനോങ് ബീച്ച് എന്ന് പറയുന്നത്. ക്രാബിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ഈ ആനോങ് ബീച്ചിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പല ബോട്ട് സർവീസുകൾ കിട്ടുന്നതാണ്. ഈ ബോട്ടുകൾ കയറിയിട്ട് പല ഐലൻഡ്സ് നിങ്ങൾക്ക് കാണാനുണ്ടോ. ഇഷ്ടംമാതിരി കുറേ ഐലൻഡ്സ് നമുക്ക് ആ സൈഡിലെല്ലാം കാണാവുന്നുണ്ടോ. ആ ഐലൻഡ്സിലൊക്കെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആനോങ് ബീച്ച്, ക്രാബിയിലെ മെയിൻ ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണിത്. ഇവിടെ നിന്നാണ് നമുക്ക് ഓരോ ബോട്ട് സർവീസ് നമ്മൾ കിട്ടുന്നത്. ഇപ്പോൾ ബോട്ട് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് രാവിലെ, ഇപ്പോൾ നാളെ നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് ബോട്ടുകൾ പിക്ക് ചെയ്തിട്ട് ഐലൻഡിലേക്ക് അവർ കൊണ്ടുപോകും. ഐലൻഡിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഐലൻഡിലെ കാഴ്ചകൾ അവർ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇപ്പോൾ കോവിഡ് സാഹചര്യത്തിന് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും കുറവില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, ഒരു പേടിയില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സാധ്യത. ഇങ്ങനത്തെ പലതരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാവുന്നതാണ്. ചിലത് ചെറിയായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. അവിടെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മലയുണ്ട്. കണ്ടോ, അത് ഗംഭീര മലയാണ്. പിന്നെ കുറേ ബോട്ടുകളുണ്ടോ. അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് നമ്മൾ നടക്കുകയാണ്. ആനോങ് ബീച്ച് എന്നാണ് പറയുക. ക്രാബിയിലെ നല്ല അടിപൊളി ബീച്ചാണ്. കണ്ടോ, ഗംഭീര വ്യൂ ആണ്. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ. ടൂറിസ്റ്റുകളല്ല, തായ്ക്കാർ, അതായത് സംക്രാൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വന്നിട്ട് സംക്രാൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാഴ്ചകൾ കാണാം. കേട്ടോ, കാഴ്ച എന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ചകളാണ്. സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. വലിയ ബീച്ചാണ്, അധികം ആൾക്കാർ ഉണ്ട്, എന്നാലും കുറവാണ്. ഇപ്പുറത്താണെങ്കിൽ നല്ല മലയെല്ലാം കാണാം, കുറേ ഇപ്പുറത്തെ കാഴ്ചയെല്ലാം കാണിച്ചത്. കാർ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിലെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ഐലൻഡ്സ് ഉണ്ട്. ഇത് ഇഷ്ടമാതിരി ആ സൈഡിൽ നമുക്ക് കുറേ ഐലൻഡ്സ് ഉണ്ട്. ഈ ബോട്ടുകളെല്ലാം നമുക്ക് കയറിയിട്ട് രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ബോട്ട് കയറിയിട്ട് നമുക്ക് ഐലൻഡിലേക്ക് ട്രാവൽ ചെയ്യാം. ഓരോ പാക്കേജാണ്, ഓരോ PP ഐലൻഡ്, ജെയിംസ് ബോണ്ട് ഐലൻഡ്, അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകൾ നമുക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ടാണ് ആ ഐലൻഡിലേക്ക് പോകുന്നത്. ഇങ്ങനെയുണ്ട് നമ്മുടെ അബീൻ്റെ ഇവിടെ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്താ മോനെ കാഴ്ചകൾ, അടിപൊളി. ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഓക്കെ, ആൾക്കാർ പൊതുവെ കുറവാണ്, അധികം തിരക്കൊന്നുമില്ല. ഇവിടെ വലിയൊരു ഫിഷിൻ്റെ ഒരു ഇതുണ്ട് കണ്ടോ, ഒരു സ്റ്റാച്യു, നോക്കാലോ സംഭവം.
ബീച്ച് എന്ന് പറഞ്ഞ റിസോർട്ട് എന്ന് സംഭവം ഉണ്ട് കേട്ടോ. നോക്കാം. ഇവിടെ നല്ല വേറെ വെളിച്ചം പോകാൻ അടിപൊളി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്രാബിയിലെ ബീച്ചിലെ കാഴ്ചകൾ? ഉണ്ടോ? അടിപൊളി ഗംഭീരമായ വ്യൂ ഉണ്ടോ ബാക്കിലെ? അടിപൊളി മഴ, അടിപൊളി മഴ, മഴ 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 ഗംഭീര മഴ.